മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L3216 എന്ന പ്രിന്ററിൽ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സ്കാനിങ് ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സ്കാനറിൽ നമ്മുടെ ഡോക്യുമെൻറ്റ് ഈ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കണം, അല്ലേ? എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. സ്കാനിങ്ങിന് എപ്സൺ സ്കാൻ 2 പറഞ്ഞ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഇൻസ്റ്റാളായി കിടക്കുന്നത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി വരും. നോർമൽ കേസിൽ ഇങ്ങനെയാണ് ഹോം പേജ് ഉണ്ടാവുക. ഇവിടെ താഴെ കാണുന്ന സ്കാനിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്കാനിങ് ആവുന്നതാണ്. ഇനി കൂടുതൽ സെറ്റിങ്സ് ആവശ്യമുണ്ടെങ്കിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കാണുന്ന ഡോക്യുമെൻറ്റ് സൈസാണ്. നമുക്ക് ഏത് സൈസിലാണ് സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇമേജ് ടൈപ്പ് ഓട്ടോ, കളർ, ഗ്രേ സ്കെയിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുണ്ട്. അതിൽ കളറോ ഓട്ടോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ റെസൊല്യൂഷൻ, നമുക്കിവിടെ വേണ്ട റെസൊല്യൂഷൻ ഉണ്ട്. റെസൊല്യൂഷൻ കൂടുന്തോറും സ്ലോ സ്കാനിങ് ആവും, ഫയൽ സൈസ് കൂടും. റെസൊല്യൂഷൻ കുറയും തോറും സ്കാനിങ് സ്പീഡ് കൂടും, പക്ഷേ ക്ലിയറും അതേപോലെ കുറയും, ഫയൽ സൈസും കുറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് താഴെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യണമെങ്കിലുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത്. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞു തരാം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ജസ്റ്റ് അതൊന്ന് ഡിസേബിൾ ചെയ്യുന്നു. പിന്നെ ഈ താഴെ കാണുന്ന ഏത് ഫോർമാറ്റിലാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്, PDF ആണോ, JPEG ആണോ, ഏതാണ് PNG ആണോ, ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സ്കാൻ ചെയ്താണ് സേവ് ചെയ്യുന്ന ഫയലിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ക്യാൻസൽ കൊടുക്കുന്നു. പിന്നെ ഫോൾഡർ നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ താഴെ സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഏത് ഫോൾഡറിലാണ് എവിടെയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഫോൾഡറും ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പ്രിവ്യൂ നമുക്ക് വെച്ച മാറ്റർ കാണാൻ കഴിയും. സ്കാനിങ് പറഞ്ഞു കഴിഞ്ഞാലാണ് സേവ് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ പ്രിവ്യൂ ചെയ്തുകൊണ്ട് ഫയൽ മാറ്റരുത്. കാരണം പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. നമുക്ക് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൻ ഉള്ളത് തന്നെ കൊടുക്കണം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പ്രിവ്യൂ കൊടുത്തു. അപ്പോൾ സ്കാനിങ് ഒന്ന് നടക്കുന്നുണ്ട്. കാരണം പ്രിവ്യൂവിൽ നമുക്ക് ചെറിയ രീതിയിൽ ക്രോപ്പ് ചെയ്യാനുള്ള സൗകര്യം അവൈലബിൾ ആണ്. ഏകദേശം സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വെച്ച ഡോക്യുമെൻറ്റിൻ്റെ പ്രിവ്യൂ ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൗസ് പോയിൻ്റർ ഒരു പ്ലസ് എന്നുള്ള സിമ്പിളായി മാറിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് സ്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. ഇത് നമുക്ക് ഈ സെലക്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഒരു ഇറേസ് എന്നുള്ള ഇത് കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ പോകുന്നതാണ്. ഇവിടെ ഡയറക്റ്റ് സ്കാൻ ചെയ്യാനാണ് ജസ്റ്റ് ഈ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സ്കാനിങ് നടക്കുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഡോക്യുമെൻ്റ് പറഞ്ഞ ഫോൾഡറാണ് സേവ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്താണ് നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ. അത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ പേജിൻ്റെ ഓപ്ഷൻ ഇതുണ്ടല്ലേ, ഇവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 2-3-4 പേജസ് സ്കാൻ ചെയ്ത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇത്. അത് PDF മാത്രമേ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് ടിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് കാണാൻ സാധിക്കും. ചെറിയൊരു മാറ്റം സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. ഒന്ന് വെയിറ്റ് ചെയ്യണം. സ്കാനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓപ്ഷൻസ് വരും, കണ്ടില്ലേ? ഇതേപോലെ ഓപ്ഷൻസ് വരും ആ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ഫയൽ ഇവിടെ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തിനൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ് എന്തിനൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്.
നിങ്ങൾ അടുത്ത ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ പേപ്പറിൻ്റെ നെക്സ്റ്റ് പേജ് വെച്ചതിന് ശേഷം വീണ്ടും ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സ്കാനിങ് ആവും. അപ്പോൾ അത് സ്കാൻ ചെയ്താണ്ട് ലാസ്റ്റ് പിന്നെയും ചോദിക്കും ഇതേപോലെ എഡിറ്റ്, ആഡ്, സേവ്, ക്യാൻസൽ എന്ന ഓപ്ഷൻസ് ചോദിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് പിന്നെ ആഡ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വീണ്ടും സ്കാൻ ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ സ്കാൻ ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് സേവ് എന്നുള്ളത് കൊടുക്കുക. അപ്പോഴാണ് ഇത് സേവ് ആവുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആഡ് എന്ന് കൊടുത്താണ്ട് ഒരിക്കലും പിന്നെ ക്യാൻസൽ എന്ന് കൊടുക്കരുത്. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിൽ അതേപോലെ സേവ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം ഫയൽ സൈസ് ഇവിടെ കൂടിയതായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ അപ്പോൾ അതിൽ 2 പേജസ് ഉണ്ടാവുന്നതാണ്. കണ്ടില്ലേ ഇവിടെ 1 of 2 എന്നുള്ള ഇവിടെ മുകളിൽ എഴുതി കാണിക്കാൻ വേണ്ടിയില്ലേ. നമുക്ക് ആ ഡോക്യുമെൻ്റ് കാണാം. ഇത് ഫസ്റ്റ് പേജ്, ഇത് സെക്കൻഡ് പേജ്. ഇതേപോലെയാണ് ആ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ടിക്ക് ഓഫ് ആക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.